പ്രിയങ്ക് ഖാർഗെയ്ക്ക് RSSൻ്റെ കണക്ക് കാണണമെങ്കിൽ വിരോധമില്ല, അത് ത്രൂ പ്രോപ്പർ ചാനൽ പോകണം. അങ്ങനെയാണെങ്കിൽ RSS കണക്ക് കാണിക്കും. RSS കണക്കില്ലാതെയോ അല്ലെങ്കിൽ അതോറിറ്റികളെ വെല്ലുവിളിക്കുന്ന സംഘടനയൊന്നുമല്ല. ബട്ട് ഒരു ആഭ്യന്തരമന്ത്രിക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ചോദിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ കർണാടകത്തിൽ മാത്രമായിട്ട് RSSനെ നിരോധിക്കാൻ കേട്ടോ, അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ കണക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. കണക്ക് ചോദിക്കാനുള്ള അധികാരം ഇൻകം ടാക്സിനാണ്. അപ്പോൾ ഇത് ലെറ്റ് ഹിം മേക്ക് എ റെപ്രസെൻറ്റേഷൻ ടു ഇൻകം ടാക്സ്. അവരോട് പറയുന്നത് നിങ്ങൾ അവരുടെ കണക്ക് പരിശോധിച്ച് എന്നോടും കൂടെ ഒന്ന് പറയണം. അവർ പറയില്ല. ഒരാളിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺസും, അത് കമ്പനി ആയിക്കോട്ടെ, സംഘടന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഹൈലി കോൺഫിഡൻഷ്യലാണ്. ഇൻകം ടാക്സ് ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇൻകം ടാക്സ്. ബട്ട് ഫൈനാൻസ് സെക്രട്ടറി ആരുടെയെങ്കിലും ഇൻകം ടാക്സ് ഡീറ്റെയിൽ ചോദിച്ചാൽ കിട്ടില്ല. അങ്ങർക്ക് നിർമ്മല സീതാരാമൻ പറയുകയാണ് എനിക്ക് TG മോഹൻദാസിൻ്റെ ഇൻകം റിട്ടേൺസ് കാണണം, കൊടുക്കില്ല. നിയമം അതാണ്, ഹൈലി കോൺഫിഡൻഷ്യലാണ്. കോടതി പറയുകയാണ് അത് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ സീൽഡ് കവറിൽ ഇവർ കൊടുക്കും. അപ്പോഴും സീൽഡ് കവറിലാണ്. കോടതിയും അത് പരസ്യപ്പെടുത്തുകയില്ല. ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെയ്ക്ക് കണക്ക് കാണണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഇൻകം ടാക്സിൽ കൊടുക്കാം. അവർ തരില്ല, വേറൊരാളിനെ കണക്ക് കാണിക്കില്ല. അതേസമയം ഇദ്ദേഹത്തിന് ഈ അധികാരമുണ്ട്. ഈ സംഘടനയെ കർണാടകത്തിൽ നിരോധിക്കാനുള്ള അധികാരം പുള്ളിക്കുണ്ട്. അത് വേണമെങ്കിൽ പുള്ളി ഉപയോഗിച്ചോട്ടെ. പിന്നെ പലതും ഈ പറഞ്ഞ ഒന്നാമത് പ്രിയങ്ക് ഖാർഗെയോട് എന്താ പറയുക, പ്രിയങ്ക് ഖാർഗെ 7ാം ക്ലാസ് പാസ്സായെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. സത്യം ഞാൻ പറയാം, 7th ഓർ മേ ബി 10th ഇത്രേ ഉള്ളൂ പ്രിയങ്ക് ഖാർഗെ. വെറുതെ ഖാർഗെയുടെ മകൻ ഖാർഗെ അങ്ങനെയൊക്കെ അവരുടെ ആ പൊളിറ്റിക്കൽ ഈക്വേഷനിൽ ആഭ്യന്തരമന്ത്രി ആയ ആളാണ്. അപ്പോൾ സംഘത്തിന് ഭരണഘടനയുണ്ട്, ഭരണഘടനയൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇത് എൻ്റെ കയ്യിലുണ്ട് ഭരണഘടന, സംഘത്തിൻ്റെ ഭരണഘടന. ഞാനത് ഇപ്പോൾ ഈ വിവാദം വന്നു കഴിഞ്ഞപ്പോൾ അത് തപ്പി നോക്കി, അത് വെച്ചെടുത്ത് കാണുന്നില്ല, എവിടെയോ ഉണ്ട്. ഞാനത് വേണമെങ്കിൽ എടുത്ത് വായിച്ചതിനെ കാണിച്ച്, ഇത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു പുസ്തകമാണ്, ഞാനും അത് വായിച്ചിട്ടില്ല.